നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷ FC ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് IFTWC. പ്രമുഖ മാധ്യമമായ IFTWC പുറത്തുവിട്ട ഒഡീഷയുടെ സാധ്യത 11ലേക്ക് കടക്കാൻ മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയുടെ തന്നെ കിടക്കാം. ഇതൊരു സാധ്യത ലൈനപ്പായി മാത്രം നിങ്ങൾ എടുക്കുക. ഇത് IFTWC ഒഡീഷ FC നാളെ ഇങ്ങനെ ഇറങ്ങും എന്നൊന്നും അഭിപ്രായപ്പെട്ടിട്ടില്ല. ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമേ എടുക്കുക എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ കടക്കാം. ഒഡീഷ FCയുടെ ഗോൾ കീപ്പറായി ഈ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് അമരേന്ദർ സിംഗിനാണെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അവരുടെ ഗോൾ കീപ്പർ അമരേന്ദർ സിംഗ് ആണെന്നാണ് അവർ ഗോൾ കീപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഡിഫൻഡറിലേക്ക് വരികയാണെങ്കിൽ കാർലോസ് ഡെൽഗാഡോ, അതുപോലെ തന്നെ മർത്തോദ ഫോൾ, ജെറി, അമേർ റാണഡെ, അവർ ഇങ്ങനെയാണ് ഇപ്പോൾ ഡിഫൻഡർമാരുടെ കണക്ക് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അടുത്തത് മിഡ്ഫീൽഡിലേക്ക് വന്നാൽ പ്യൂട്ടിയ, അഹമ്മദ് ജാഹു, ലെന്നി റോഡ്രിഗസ്, ഐസക്, ഇങ്ങനെയാണ് ഇപ്പോൾ മിഡിൻ്റെ കാര്യം അവർ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഫോർവേഡായിട്ട് സ്ട്രൈക്കിൽ കളിക്കുക ഡീഗോ മൗറീഷ്യോയും അതുപോലെ തന്നെ റോയ് കൃഷ്ണയും ആയിരിക്കുമെന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മികച്ചൊരു 11 തന്നെയാണ് അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിക്കാൻ കഴിയുന്നൊരു 11 തന്നെയാണിത്. എന്തായാലും ഇങ്ങനെ ഒരു 11 ആയിരിക്കും മിക്കവാറും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരാനേ സാധ്യതകൾ കാണുന്നുള്ളൂ. അഥവാ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും റോയ് കൃഷ്ണയെ മാറ്റിക്കൊണ്ട് വേറെന്തെങ്കിലും താഴ്ത്തി ഇറക്കാനാണ് സാധ്യതകൾ കാണുന്നത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി പാഴാക്കുകയും നിരവധി അവസരങ്ങൾ കളിച്ചു മുറിച്ച റോയ് കൃഷ്ണയെ ഈ മത്സരത്തിൽ ക്രൂഷ്യലായ ഒരു മത്സരത്തിൽ എന്തായാലും ഇറക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും ഒഡീഷ FCയുടെ സാധ്യത 11 നമ്മൾ നിങ്ങളെ അറിയിച്ചത്.